എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ബന്ധങ്ങൾ, ഏകതങ്ങളും ബന്ധങ്ങളും എന്നുള്ള ചാപ്റ്ററിൽ, അതായത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ 2 ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞു. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇനി പറയണത് ഏകതങ്ങളാണ്, അതായത് ഫങ്ഷൻസ്. എങ്ങനെയാണ് ഫങ്ഷനെ പറയുക, അതായത് ഒരു ബന്ധം എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. എയിൽ നിന്ന് ഒരു ബന്ധം ബിയിലേക്ക് ഉണ്ടെങ്കിൽ എ എന്ന ഗണത്തിൽ നിന്നും ബി എന്ന ഗണത്തിലേക്കുള്ള ഒരു ബന്ധം എയിലെ എല്ലാ അംഗങ്ങൾക്കും ബിയില് പ്രതിബിംബം ഉണ്ടാവുകയും ഒന്നിലധികം പ്രതിബിംബങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ആ ബന്ധത്തെ എയിൽ നിന്നും ബിയിലേക്കുള്ള ഒരു ഏകതം എന്ന് വിളിക്കാം. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഈ എ എന്നുള്ള ഒരു സെറ്റിൽ നിന്ന് എ എന്നുള്ള ഒരു സെറ്റിൽ നിന്ന് ബി എന്നുള്ള സെറ്റിലേക്ക് ഒരു ബന്ധം ഉണ്ടാവണമെങ്കിൽ, അതായത് ഒരു ഏകതം ഉണ്ടാവണമെങ്കിൽ ഇതിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഇതിൽ ഓരോ അംഗത്തിലേക്ക് പ്രതിബിംബം ഉണ്ടായിരിക്കണം. ഇതിലുള്ള എല്ലാ അംഗങ്ങൾക്കും. പക്ഷെ ഇതിന്ന് ഒരു എണ്ണത്തിന് 2 പ്രതിബിംബം ഉണ്ടാവാനും പാടില്ല. അങ്ങനെയാവുമ്പോഴാണ് അത് ഏതാന്ന് പറയണത്, ഏകതമാണെന്ന് പറയണത്. അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു എ, ഇത് ബി, ഇപ്പോൾ 1 2 3, ഇവിടെ 4 5 6, ഇങ്ങനെയാണ് വെച്ചെങ്കിലും നമുക്ക് ഇത് ഏകത ആണെന്ന് പറയാം. കാരണം എന്താണ്, ഇതിലുള്ള ഓരോ അംഗത്തിനും ഇതിൽ ഒരു ഇമേജ് ഉണ്ട് അല്ലെ, പ്രതിബിംബമുണ്ട്. പിന്നെ എന്താണ്, ഓരോന്നിനും ഒരെണ്ണം മാത്രമേ പ്രതിബിംബമുള്ളൂ അല്ലെ, 2 എണ്ണം ഇല്ല. പക്ഷെ ഇതിപ്പോ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, അപ്പൊ ഇത് ഏകത ആണെന്ന് പറയാൻ പറ്റില്ല. എന്താണ്, ഒന്നിന് എത്ര പ്രതിബിംബം ഉണ്ട്, ഒന്നിന് ഇവിടെയുണ്ട് പ്രതിബിംബം. അപ്പൊ അത് ഏകതമാണെന്ന് പറയാൻ പറ്റില്ല. ഏകതമാണെങ്കിൽ ഇതില് ഓരോന്നിനും ഇവിടെ ഒരു പ്രതിബിംബം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഒരു പ്രതിബിംബം ഉണ്ടാവണം. പിന്നെ എന്താണ്, ഒരേ ഒരു പ്രതിബിംബം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് അതിനെ ഏകതം എന്ന് വിളിക്കുന്നത്. ഏകതങ്ങളെ സാധാരണയായി എഫ്, ജി തുടങ്ങിയ അക്ഷരങ്ങൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി എക്സിന്റെ പ്രതിബിംബമാണ് വൈ എങ്കിൽ, എക്സിൽ നിന്നുള്ള ഒരു ബന്ധം നമ്മൾ വൈയിലേക്ക് പറഞ്ഞെങ്കിൽ, അപ്പൊ എക്സിൽ നിന്നുള്ള എക്സിന്റെ ഒരു പ്രതിബിംബം എന്ന് പറയുന്നത് വൈ ആണ് അല്ലെ. അപ്പൊ വൈന്റെ എന്താണ്, വിലോമ പ്രതിബിംബമാണ് എക്സ് എന്ന് പറയാം. അതായത് എക്സിന്റെ ഇമേജ് ആണ് വൈ, വൈന്റെ പ്രീ ഇമേജ് ആണ് എക്സ്. അതാണ് വിലോമ പ്രതിബിംബം എന്ന് പറയുന്നത്, പ്രീ ഇമേജ്. അപ്പൊ വൈയുടെ പ്രീ ഇമേജ് ആണ് എക്സ് എന്ന് പറയാം. നെക്സ്റ്റ്, ഇനി എന്താ പറയേണ്ടത്, രേഖീയ സംഖ്യാഗണമോ അതിന്റെ ഏതെങ്കിലും ഉപഗണമോ രംഗമായി വരുന്ന ഒരു ഏകതത്തെ രേഖീയ മൂല്യ ഏകതം എന്നാണ് പറയുന്നത്. ഒരു ഏകതത്തിന്റെ മണ്ഡലവും രംഗവും രേഖീയ സംഖ്യാഗണത്തിന്റെ ഉപഗണങ്ങളായാൽ ആ ഏകതത്തെ രേഖീയ ഏകതം എന്ന് വിളിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കേണ്ടതാണ്. കാരണം അതിനാലാണ് ഞാൻ ഇത് ഇങ്ങനെ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിട്ടുപോവാണ്ടിരിക്കാനാണ്. ഇനി രേഖീയ ഏകതത്തിന്റെ ഗ്രാഫ്, അതായത് എഫ് എന്നത് ഒരു രേഖീയ ഏകതമായാൽ എക്സ് എഫ് ഓഫ് എക്സ് എന്ന രൂപത്തിലുള്ള എല്ലാ ബിന്ദുക്കളും കാർട്ടീഷ്യൻ തലത്തിൽ അടയാളപ്പെടുത്തിയാൽ നമുക്ക് കിട്ടുന്നതാണ് അതിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്, അതായത് ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഏതാവണത്, ഐഡന്റിറ്റി ആവണത് അല്ലെ. അപ്പോൾ ഇതെന്താണ്, ഇവിടെ നോക്കൂ, ഏതെങ്കിലും ഒരു ഈ കാർട്ടീഷ്യനിലെ എക്സിലും വൈയിലും നമ്മൾ ബിന്ദുക്കളെ അടയാളപ്പെടുത്തിയാൽ നമുക്ക് കിട്ടണ ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അതെല്ലാം നിങ്ങളൊന്ന് ഓർത്തു വെക്കണേ, ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫ് എങ്ങനെ വരും എന്നുള്ളത്. ഇനി അടുത്തത് കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഗ്രാഫ്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്,
സംഖ്യാ ഏകതം. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ്. അപ്പോൾ കോൺസ്റ്റന്റ് ആവുമ്പോ എന്താണ്, വൈയിലുള്ള എല്ലാ അംഗങ്ങളും എന്ത് വരും, എക്സില് അംഗങ്ങൾ മാറിക്കൊണ്ടിരിക്കും, പക്ഷെ വൈയിലെ അംഗം ഏതാണ് വരിക, അതേ ഒരെണ്ണം തന്നെ വരുള്ളൂ അല്ലെ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ വൈന് 3 ആണ് വരണത് എപ്പോഴും. എക്സിന് ഏതൊരു വില കൊടുത്താലും വൈന് 3 മാത്രം വരും. അപ്പൊ എങ്ങനെയാണ് വരിക, എക്സില് ഇതില് വേറെ വേറെ നമ്പേഴ്സ് കൊടുത്തു, അപ്പൊ വൈന് 3 മാത്രം. അപ്പൊ എങ്ങനെയാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഗ്രാഫ് വരിക, ഇങ്ങനെയാണ് പാരലൽ ലൈൻ ആയിട്ടാണ് വരിക. ഇനി അതിന്റെ മണ്ഡലവും രംഗവും എന്ത് വരും, മണ്ഡലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിന് കൊടുക്കാവുന്ന സംഖ്യകള് അല്ലെ, എക്സിന് എന്തൊക്കെ സംഖ്യകൾ കൊടുക്കാം, ആറിലുള്ള എല്ലാ സംഖ്യകളും കൊടുക്കാം അല്ലെ. അപ്പൊ മണ്ഡലത്തിന് എന്ത് പറയാം, 6 എന്ന് പറയാം. പിന്നെ എന്താണ് രംഗം എന്ന് പറഞ്ഞാൽ എന്താണ്, ആകെ സി മാത്രമേ ഉള്ളൂ കോൺസ്റ്റന്റ്, അതായത് ഈ കേസിൽ 3 മാത്രമേ ഉള്ളൂ അല്ലെ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി എന്നുള്ള ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ് വെച്ചെങ്കിൽ നമുക്ക് എന്ത് പറയാം, മണ്ഡലം എന്ന് പറയുന്നത് 6ഉം രംഗം എന്ന് പറയുന്നത് എന്താണ്, ആകെ സി മാത്രമേ ഉള്ളൂ അല്ലെ. രംഗം എന്ന് പറയുന്നത് സി മാത്രമേ ഉള്ളൂ. അതാണ് സംഖ്യാ ഏകതം അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ഇനി അടുത്ത ഫംഗ്ഷൻ എന്താണ്, ബഹുപദ ഏകതങ്ങൾ, അതായത് പോളിനോമിയൽ ഫംഗ്ഷൻ. പോളിനോമിയൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ പ്ലസ് എ ത്രീ എക്സ് ക്യൂബ് പ്ലസ് എക്സിട്ര എ എൻ എക്സ് റേസ് ടു എൻ. ഈ രൂപത്തിലുള്ള ഏതൊരു സംഖ്യയെയും നമുക്ക് എന്ത് പറയാം, ബഹുപദ ഏകതങ്ങൾ അല്ലെങ്കിൽ പോളിനോമിയൽസ് എന്ന് പറയാം. അപ്പൊ A1 A2 എന്നുള്ളത് എന്തായിരിക്കണം, എ നോട്ട് A1 A2 എന്നുള്ളത് ബിലോങ്സ് ടു R ആയിരിക്കണം. n എന്നത് എന്താവാം, എണ്ണൽ സംഖ്യയാവാം അല്ലെങ്കിൽ 0 ആകാം. അപ്പൊ അങ്ങനെയാണ്, അതാണ് ബഹുപദങ്ങൾ അല്ലെങ്കിൽ പോളിനോമിയൽ ഫംഗ്ഷൻ. ഇനി ഇതില് വലിയ കാര്യമായിട്ട് നമ്മൾ പഠിക്കാനില്ല, എങ്കിലും നമ്മൾ അറിഞ്ഞു വെക്കണം ഗ്രാഫ് എങ്ങനെയൊക്കെയാന്ന്, അതൊന്ന് നോക്കി വെക്കണം. പിന്നെന്താണ് അടുത്തത് പറയണത്, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഭിന്നക ഏകതങ്ങൾ, റാഷണൽ ഫങ്ഷൻസ്. റാഷണൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, p/q രൂപത്തിൽ എഴുതാവുന്ന ഫങ്ഷൻസ്, അതായത് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് വേർ ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 അങ്ങനെയുള്ളതാണ് എന്ന രൂപത്തിലുള്ളതാണ് ഏത്, ഭിന്നക ഏകതങ്ങൾ അല്ലെങ്കിൽ റാഷണൽ ഫങ്ഷൻസ്. ഇനി എന്താണ്, ആ റാഷണൽ ഫങ്ഷൻസിന് എക്സാമ്പിൾ എന്താണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ഒരു റാഷണൽ ഫങ്ഷൻ ആണ് അല്ലെ. അപ്പൊ അതിന്റെ എന്താണ് രംഗം എന്ന് പറയണത്, മണ്ഡലം എന്ന് പറയുന്നത് എന്ത് പറയാം, എക്സിന് എന്ത് കൊടുക്കാൻ പാടില്ല, 0 കൊടുക്കാൻ പാടില്ല, ബാക്കിയെല്ലാം കൊടുക്കാം അല്ലെ. അപ്പൊ R-0 ആണ് അതിന്റെ മണ്ഡലം. ഇനി രംഗം എന്താണ്, രംഗം എന്ന് പറയുന്നത് ഏതൊരു സംഖ്യ കൊടുത്താലും കിട്ടണ വിലകൾ ഏതൊക്കെയാവും, അതാണ് രംഗം അല്ലെ. രംഗം അപ്പൊ എന്താവും, R-0 തന്നെ അല്ലെ. 0 എന്നുള്ള വാല്യൂ നമുക്ക് ഉണ്ടാവില്ല അല്ലെ. 1/, ഏതൊക്കെയാണ്, 1, 2, 3 അല്ലെങ്കിൽ -1 -2 അതെല്ലാം കൊടുക്കാം, പക്ഷെ 0 കൊടുക്കാൻ പറ്റില്ല. അപ്പൊ R-0 എന്നുള്ളത് R-0 എന്നുള്ളതാണ് രംഗമായിട്ട് വരിക. നെക്സ്റ്റ് നോക്കാം, ക്വസ്റ്റ്യൻസ് വരണേ ഉള്ളൂ. അപ്പോൾ 1/xന്റെ ഗ്രാഫ് ഒന്ന് നോക്കി വെക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി എക്സസൈസ് നോക്കാം. കേവല വില ഏകതം, അതായത് മോഡുലസ് ഫംഗ്ഷൻ. മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. മോഡ് എക്സ് എന്ന് പറയുമ്പോൾ മോഡ് എക്സിന്റെ വാല്യൂ എങ്ങനെയാവും, മോഡ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആവണത് എപ്പോഴാണ്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണത്. -x എപ്പോഴാണ്, എക്സ് ലെസ് ദാൻ 0 ആവുമ്പോ.
അതാണ് മോഡ് എക്സ് അല്ലെ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മൈനസ് എക്സ് ലെസ് ദാൻ 0. ഇതിന്റെ ഇതിന്റെ മണ്ഡലം എന്താ വരിക? റിയൽ ആറിലുള്ള എല്ലാ സംഖ്യകളും നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലെ. റിയൽ നമ്പേഴ്സിലുള്ള എല്ലാ സംഖ്യകളും കൊടുക്കാൻ പറ്റും. പിന്നെ എന്താണ് രംഗം എന്താണ് വരിക? അതായത് രംഗം എന്ന് പറയുമ്പോൾ മോഡ് എക്സ് ആണ് അല്ലെ. അപ്പോൾ എന്താണ് സീറോയോ അതിന് മുകളിലുള്ളതോ മാത്രമേ വരുള്ളൂ അതിന്റെ വാല്യൂ ആയിട്ട് അല്ലെ. അപ്പൊ എന്താണ് വരിക? രംഗം എന്ന് പറയുന്നത് 0, അതായത് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ്. എന്തുകൊണ്ടാണ്? 0 ഉൾപ്പെടുന്നുണ്ട്. പിന്നെ എന്താണ്? ഇൻഫിനിറ്റി, 0 ടു ഇൻഫിനിറ്റി. അപ്പൊ അതാണ് ഏത് മോഡുലസ് ഫംഗ്ഷൻ. മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ് നോക്കിയോളൂ, വി പോലെയാണ് വരിക. മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ് വി പോലെ വരും. നെക്സ്റ്റ് സിഗ്നം ഏകതം എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ്, എക്സ് നോട്ട് ഈക്വൽ ടു 0. അങ്ങനെ ആവുമ്പോ എന്തൊക്കെ വാല്യൂസ് വരും? എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് 1 ആവാം, എക്സ് ബൈ മൈനസ് എക്സ് ബൈ എക്സ് എന്ന് പറയുമ്പോൾ -1 ആവാം, പിന്നെ 0യും ആവാം അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ വാല്യൂസ് വരിക? അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1 if x less than 0, 0 if x equal to 0, 1 if x greater than 0. ഇങ്ങനെയാണ് വരിക സിഗ്നം ഏകതം. അതിന്റെ ഗ്രാഫ് ഒന്ന് നോക്കി വെക്കണേ. 0 ഇല്ല, മറ്റേതില് -1 തൊട്ട് എന്ത് വരെ? -1 തൊട്ട് 0 വരെയുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0യില് ആ വാല്യൂ -1 അല്ല, 0യില് വാല്യൂ എന്താണ്? 0 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ഒരു ഹോള് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യണത്. കാരണം അത് ഇല്ല എന്ന് പറയാനാണ് ഈ ഹോള് കൊണ്ട് റെപ്രസെന്റ് ചെയ്യണത്. അപ്പൊ -1 ഇല്ല, 1 ഇല്ല, ഇവിടത്തെ 1 ഇല്ല അല്ലെ. ഇനി എന്താണ് 1 പൂർണ്ണസംഖ്യ ഏകതം ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. എങ്ങനെയാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എഴുതുക? അതായത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് ഇപ്പോ മൈനസ് അല്ല 2.9 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനിൽ ഏത് മാത്രമേ വരുള്ളൂ? 2 ആണ് വരിക. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 2.9 എന്ന് വന്നാൽ ഏതാണ് ആൻസർ? 2 ആണ് ആൻസർ. അതായത് ചെറിയ സംഖ്യകൾ മാത്രമേ വരുള്ളൂ. അതായത് 2.9ലെ ഏറ്റവും ചെറുതായിട്ടുള്ളത് 2 ആണ് അല്ലെ. ഹോൾ നമ്പർ ആയിട്ട് വരുന്നത് 2 ആണ്. അപ്പൊ ആ 2 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. അപ്പൊ എങ്ങനെയാണ് മണ്ഡലം പറയാ? മണ്ഡലം എന്ന് പറയുന്നത് 6 ആവും. രംഗം എന്ന് പറയുന്നത് എന്താവും? പൂർണ്ണസംഖ്യാഗണം, അതായത് Z ആവും. ഇനി വരയ്ക്കണത് നോക്കൂ. ഇവിടെ നിന്ന് അതായത് 1 തൊട്ട് 2 വരെ, പക്ഷെ 2 ഉണ്ടാവില്ല അല്ലെ. 1നും 2നും ഇടയ്ക്കുള്ള സംഖ്യകൾ എഴുതിയിട്ട് വെച്ചെങ്കിൽ 1 കൂട്ടാം, പക്ഷെ 2 കൂട്ടാൻ പാടില്ല. അതുവരെയുള്ള സംഖ്യകൾക്കാണ് ഏത് വാല്യൂ? 1 എന്നുള്ള വാല്യൂ. ഇനി 2 എന്നുള്ള വാല്യൂ ഏതിനാണ്? 2 തൊട്ട് 3 വരെയുള്ള സംഖ്യകൾക്ക് 3 കൂട്ടാൻ പാടില്ല. അപ്പോ ഇനി 3 തൊട്ട് 4 വരെയുള്ളതിൽ ഏതാണ് വാല്യൂ? 3 ആണ് വാല്യൂ. അങ്ങനെയാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ചുവടെ കൊടുത്തിരിക്കുന്ന ബന്ധങ്ങളിൽ ഏകതങ്ങൾ ഏതൊക്കെയാണ്? എന്തുകൊണ്ട്? ഏകതങ്ങളായിട്ടുള്ളവയുടെ മണ്ഡലവും രംഗവും എഴുതുക. എങ്ങനെയാണ് ഏകതാണോ എന്ന് എഴുതുക? ഏകത ആണെങ്കിൽ ഓരോന്നിനും ഓരോ ഇമേജ് ഉണ്ടാവണം അല്ലെ. 2, 1, 5, 1, 8, 1, 11, 1, 14, 1, 17, 1. അപ്പൊ ഓരോന്നിനും ഇമേജ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ മണ്ഡലം എങ്ങനെ എഴുതാം? മണ്ഡലം എന്ന് പറയുന്നത് എക്സ് വാല്യൂസ്, അതായത് 2, 5, 8, 11, 14, 17. 2, 5, 8, 11, 14, 17. അതാണ് മണ്ഡലം. രംഗം എന്ന് പറയുന്നത് എന്താവും? രംഗം എന്ന് പറയുന്നത് വൈയിലുള്ള അംഗങ്ങൾ, അതായത് 1
മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ രംഗം എന്താവും? സെറ്റ് 1 എന്നുള്ളതാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 1 സെറ്റ് 2 1 4 2 6 3 8 4 10 5 12 6 14 7. ഇങ്ങനെ വരുമ്പോ എന്താണ് മണ്ഡലം? എന്ത് വരും? 2 4 6 8 10 12 14. അതാണ് മണ്ഡലം. രംഗം എന്ത് വരും? 1. രംഗം എവിടെയാണ് എഴുതുക? രംഗം എഴുതുമ്പോ 1 വരും, 2 വരും, 3 വരും, 4 5 6 7. അപ്പൊ ഇതിലുള്ള ഓരോ അംഗത്തിലും ഓരോ ഇമേജ് ഉണ്ട്. ഒരേ ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ ഓരോന്നിനും അല്ലെ. അപ്പൊ ഇത് എന്താണെന്ന് പറയാം? ഏകതമാണെന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 3 1 5 2 5. അപ്പൊ ഇത് ഏകതമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ഒന്നിന് എത്ര ഇമേജ് ഉണ്ട്? 2 ഇമേജ് ഉണ്ട്. 3 ഉണ്ട്, 5 ഉണ്ട് അല്ലെ. അപ്പൊ ഇതിന് 1 എന്നുള്ള സംഖ്യക്ക് 2 ഇമേജ് ഉള്ള കാരണം നമുക്കത് ഏകതമാണെന്ന് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ചുവടെ കൊടുത്തിരിക്കുന്ന രേഖീയ ഏകതങ്ങളുടെ മണ്ഡലവും രംഗവും എഴുതുക. എങ്ങനെയാണ് എഴുതുക? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് മോഡ് എക്സ്. മൈനസ് മോഡ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? അതായത് ഇതിന്റെ മണ്ഡലം എന്ന് പറയുന്നത് എക്സിന് ഏത് വാല്യൂ വേണമെങ്കിൽ കൊടുക്കാം. 6 ആവും അല്ലെ. മണ്ഡലം എന്ന് പറയുന്നത് ഏതാവും? 6 ആവും. പക്ഷെ രംഗം എന്ന് പറയുന്നത് എന്താണ്? ഏതൊരു വാല്യൂ കൊടുത്താലും നമുക്ക് എന്താണ് ഇവിടെ കിട്ടുക? നെഗറ്റീവ് വാല്യൂസ് ആണ് കിട്ടുക അല്ലെ. 0 അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക. അപ്പൊ എങ്ങനെയാണ് രംഗം എന്ന് പറയുന്നത്? മൈനസ് ഇൻഫിനിറ്റി ടു 0, 0യും ഇൻക്ലൂഡ് ചെയ്തിട്ട്. അപ്പൊ എങ്ങനെയാണ് എഴുതുക? രംഗം എഴുതണത് മൈനസ് ഇൻഫിനിറ്റി 0. മണ്ഡലം എഴുതണത് എക്സിന് ഏത് വാല്യൂ വേണമെങ്കിൽ കൊടുക്കാം. 6ലുള്ള ഏത് വാല്യൂ വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ മണ്ഡലം 6 ആണ്. രംഗം മൈനസ് ഇൻഫിനിറ്റി ടു 0. നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ ഇവിടെ എക്സിന് ഏത് വാല്യൂ കൊടുക്കാൻ പാടില്ല? എക്സിന് 3 എന്നുള്ള വാല്യൂ കൊടുക്കാൻ പാടില്ല അല്ലെ. അപ്പൊ ഡൊമൈൻ എന്ത് വരും? അതായത് ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ എന്ത് വരും? -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ് വരിക. റേഞ്ച് എന്ത് വരും? അതായത് ഇതിന് വേറൊരു വാല്യൂ 3നേക്കാട്ടും കൂടുതലുള്ള ഒരു വാല്യൂ കൊടുത്താൽ എന്ത് വരും? നെഗറ്റീവ് വരും. നെഗറ്റീവിന്റെ റൂട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് -3 തൊട്ട് +3 വരെയുള്ള സംഖ്യകളെ നമുക്ക് എക്സിൽ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ അതാണ് മണ്ഡലം -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 3 എന്ന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഇനി രംഗം എന്ത് വരും? രംഗം എന്ന് പറയുമ്പോൾ നമ്മള് ഏത് വാല്യൂസ് ഒക്കെ വരും? അതായത് 0 വരും അല്ലെ. പിന്നെ എന്തൊക്കെ വരും? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 അല്ലെ. പോസിറ്റീവ് സംഖ്യകൾ മാത്രമേ അല്ലേ വരുള്ളൂ. അപ്പോ നമുക്ക് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ് അതിന്റെ റേഞ്ച് എന്ന് പറയാം. നെക്സ്റ്റ് എഫ് എന്ന ഏകതത്തിന്റെ നിർവചനം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x മൈനസ് 5 എന്നാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവ കണ്ടുപിടിക്കുക. എഫ് ഓഫ് 0 എങ്ങനെ കണ്ടുപിടിക്കുക? എക്സിന് പകരം 0 എഴുതുക. അപ്പൊ 2 ഇൻറ്റു 0 മൈനസ് 5. അത് എത്രയാണ്? -5. എഫ് ഓഫ് 7 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എക്സിന് പകരം 7 എഴുതുക. അതായത് 14 മൈനസ് 5. അത് എത്രയാണ്? 9 അല്ലേ. ഇനി എഫ് ഓഫ് -3 എങ്ങനെ എഴുതുക? 2 ഇൻറ്റു -3 മൈനസ് 5. അത് എത്രയാണ്? -6 മൈനസ് 5 എന്ന് പറഞ്ഞാൽ -11. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താപത്തിന്റെ അളവ് ഡിഗ്രി സെൽഷ്യസിൽ സിയിൽ നിന്നും ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് മാറ്റുന്ന ഏകതം നിർവചിച്ചിരിക്കുന്നു. അതായത് എന്താണ്? ടി ഓഫ് സി ഈക്വൽ ടു 9c ഡിവൈഡഡ് ബൈ 5 പ്ലസ് 32. ഇവിടെ തന്നിരിക്കുന്നവ കണ്ടുപിടിക്കുക. അതായത് ടി ഓഫ് 0 എന്ന് പറഞ്ഞാൽ സിക്ക് പകരം എന്ത് പറയാ? 0 പറയാ. അപ്പൊ ഇത് എന്തായി? 9 ഇൻറ്റു 0 0 ആയി. 0/5 എന്ന് പറഞ്ഞാൽ 0 ആയി. അപ്പൊ പ്ലസ് 32 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ടി ഓഫ് 28 എന്ത് വരും?
അതായത് 9 ഇൻറ്റു 28 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 32. അത് എത്രയാണ് വരിക? അതായത് 32 ഇൻറ്റു 5 എത്രയാണ്? 160 പ്ലസ് ഡിവൈഡഡ് ബൈ 5 അല്ലേ? അപ്പം എത്ര വരും? 2 1 4 412 ഡിവൈഡഡ് ബൈ 5. ഇതിൻ്റെ ആൻസർ 412 ഡിവൈഡഡ് ബൈ 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടി ഓഫ് -10. -10 എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു -10 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ ഇവിടെ 2 പ്രാവശ്യം അല്ലേ? -18 -18 പ്ലസ് 32 എന്ന് പറഞ്ഞാൽ എത്ര വരും? 18 പ്ലസ് 4 ആണ് 22. അപ്പോൾ 14 അല്ലേ? അപ്പോൾ ഏത് വരും? ഇവിടെ 14 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടി ഓഫ് സി ഈക്വൽ ടു 212 ആയാൽ സിയുടെ വില, അതായത് ഇത് എന്ന് പറയണത്, അതായത് 9c ഡിവൈഡഡ് ബൈ 5 പ്ലസ് 32 എന്ന് പറയണത് 212 ആയാൽ 9c ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 212 മൈനസ് 32. അത് എത്ര വരും? 2 മൈനസ് 2 0. പിന്നെ എത്ര വരും? 180 അല്ലേ? 180 32 ആണ് 212. ഓക്കെ. സി ഈക്വൽ ടു അപ്പോൾ എന്ത് വരും? 180 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 9. ഇതിൽ 20 പ്രാവശ്യം. അപ്പോൾ 20 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100. അപ്പോൾ ഏതാണ് ആൻസർ? സിയുടെ വില 100. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന ഏകതങ്ങളുടെ രംഗം കണ്ടുപിടിക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 മൈനസ് 3x. എക്സ് ബിലോങ്സ് ടു ആർ ഗ്രേറ്റർ ദാൻ 0. എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? രംഗമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സിന് 6 കൊടുത്താൽ, ആർ ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള ആറുകൾ കൊടുത്താൽ നമുക്ക് എന്തൊക്കെ വാല്യൂസ് കിട്ടും? അതായത് -ഇൻഫിനിറ്റി തൊട്ട് ഏത് വരെയുള്ള വാല്യൂ കിട്ടും? ഇവിടെ 0 ആവുമ്പോൾ നമുക്ക് എന്ത് വരും? 2 ആണ് വരുന്നത്. ആ 2 ഇല്ല അല്ലെ? 0 ഇല്ല, ഗ്രേറ്റർ ദാൻ 0 ആണ് കൊടുക്കണേ. അപ്പോൾ നമുക്ക് ഏത് വരെ? 2 വരെ. അത് ഓപ്പൺ ഇന്റർവെൽ ആയിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ -ഇൻഫിനിറ്റി 2 എന്നുള്ളതാണ് റേഞ്ച് ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² പ്ലസ് 2. എക്സ് ഒരു രേഖീയ സംഖ്യ, അതായത് എഫ് ഓഫ് എക്സിന് x² പ്ലസ് 2. എക്സിന് ഏത് വാല്യൂ കൊടുത്താലും, എക്സിന് ആറിലുള്ള ഏത് വാല്യൂ കൊടുത്താലും നമുക്ക് എന്താണ് വരിക? 0 കൊടുത്താൽ 2 വരും അല്ലെ? 2വിന് മുകളിലുള്ള സംഖ്യകളാണ് വരിക. അപ്പൊ 2ഓ പിന്നെ എന്താണ്? 2 ടു ഇൻഫിനിറ്റി ആണ് വരിക. കാരണം എന്താണ്? എക്സിന് ആറിലുള്ള ഏത് വാല്യൂ കൊടുത്താലും പോസിറ്റീവ് നമ്പേഴ്സ് ആണ് വരിക അല്ലെ? പോസിറ്റീവ് നമ്പേഴ്സും പിന്നെ +2ഉം. അപ്പൊ ഇൻഫിനിറ്റി വരെ ഏത് നമ്പർ വേണമെങ്കിൽ ആവാം. ഏത് തൊട്ട്? 2 തൊട്ട്. അപ്പൊ രണ്ടും ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ് 2ന്റെ അടുത്ത്, ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ് ആണ്. അപ്പൊ അതാണ് രംഗം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. എക്സ് ഒരു രേഖീയ സംഖ്യ. അങ്ങനെ വരുമ്പോൾ നമുക്ക് റേഞ്ച് എന്ത് വരും? റേഞ്ചും 6 തന്നെ ആയിട്ട് വരും അല്ലെ? എക്സിന് ഏതൊരു 6 നമ്പർ കിട്ടിയാലും ആ 6 തന്നെയാണ് നമുക്ക് കിട്ടണ വാല്യൂ അല്ലെ? അപ്പൊ ഏതാണ് രംഗം എന്ന് പറയുന്നത്? എന്താവും? 6 ആവും. രംഗം എന്ന് പറയുന്നത് 6 ആവും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.